ശംഖുമുഖത്തെ ഈ ബിൽഡിംഗിന്റെ പണി കഴിഞ്ഞിട്ട് 15 വർഷത്തോളമായി. ഇതുവരെയും ഗവൺമെന്റ് അത് കച്ചവടക്കാർക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല. അത് ബുദ്ധിമുട്ടുണ്ട്. അതിനിപ്പോൾ എന്താ ചെയ്യാൻ പറ്റും? ഈ കടലെല്ലാം ഇങ്ങനെ വരുമ്പോൾ കച്ചവടങ്ങളൊന്നും വളരെ ചുരുക്കമാണ്. ഇപ്പോൾ ഇതിപ്പോൾ എല്ലാം കെട്ടിയിട്ടിട്ട് കുറേ കാലങ്ങളായി. അത് തന്നെ 15 വർഷത്തേക്കുള്ള 18 വർഷത്തേക്കുള്ളായി. ഇതുവരെ ആർക്കും കൊടുത്തില്ല. അത് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കി കിട്ടിയാൽ കൊള്ളാം. ഫുഡിൻ്റെ അതൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകും. മക്കളെ, ഞങ്ങൾ ഈ കടകൾ കൊടുക്കും ഇതുവരെ കൊടുക്കും. ഈ ശംഖുമുഖം ബീച്ച് രൂപീകരിച്ചത് ഞങ്ങളെല്ലാം കിടന്ന് കഷ്ടപ്പെട്ട് ഓരോ ചുമ്മിനി വിളക്കും പാട്ടവിളക്കും കത്തിച്ചാണ്. തട്ടുകൾ എവിടെയെല്ലാം ഇരുന്നറിയാം, അവിടെ നിന്നെല്ലാം മാറ്റിയാണ് ഇങ്ങോട്ട് പോകും. ഇനി വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ രുചിയോടെ ഭക്ഷണം കഴിക്കാം. എന്ത് ചെയ്യാൻ സ്ഥലം തരുമെന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. ഇനി വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ രുചിയോടെ ഭക്ഷണം കഴിക്കാം. തിരുവനന്തപുരം ശംഖുമുഖത്താണ് ഗവൺമെന്റിന്റെ ഫുഡ് സ്ട്രീറ്റ് എന്ന പദ്ധതി രൂപീകരിക്കുന്നത്. ഈ ഭക്ഷണ തെരുവ് വരുന്നുണ്ടല്ലോ ഗവൺമെന്റിന്റെ, നിങ്ങൾക്ക് പ്രയോജനപ്പെടുമോ അത്? അതെ, നമുക്കെന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഓരോ കടക്കാർക്ക് തരുന്ന ആണ് പറഞ്ഞ് അവരെ. പക്ഷേ ഇതിപ്പം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എല്ലാം കെട്ടിയിട്ടിട്ട് കുറേ കാലങ്ങളായി. അത് തന്നെ 15 വർഷത്തേക്കുള്ളായി, 18 വർഷത്തേക്കുള്ളായി. ഇതുവരെ ആർക്കും കൊടുത്തില്ല. നമുക്ക് ഇവിടുന്ന് ഒരു സീറ്റ് വലിച്ച് കെട്ടാനോ മറ്റുള്ള രീതിയിൽ നമ്മൾ കട നമുക്ക് നല്ല രീതിയിലൊന്നും ചെയ്യാനോ പറ്റത്തില്ല. കാരണം ഇതിന് പുതിയ കട അടിച്ചിട്ടാല ഇതിനൊരു മേക്കപ്പ് ചെയ്ത് ഇട്ടാല അവർ പറയുന്നത് വരെ നാളെ തരുമെന്ന് പറയും. ഇത് നമുക്ക് വേസ്റ്റാവും. അവർ കട തന്നു കഴിഞ്ഞാൽ ഈ കടകളൊന്നും ഇവിടെ ഇടാൻ പാടില്ല. ഈ കിടക്കുന്ന കടകളിൽ ഏറെക്കുറെ ഐസ്ക്രീം തട്ട് പോയിട്ട് ബാക്കി ഒന്നും ഇവിടെ ഇടാൻ പറ്റില്ല. ഐസ്ക്രീം തട്ട് ഇടാൻ അവർ ആരാന്നാണ് വീട്ടിൽ കൊണ്ടുപോകണം. ബാക്കി കിടക്കുന്ന പാനിപ്പൂരിയും ഇതെല്ലാം അവർ ഇതിനകത്താക്കും. ഇതിനകത്തൊക്കെ ഒരു ചായ തട്ട് ഒരു പാനിപ്പൂരി ഈ കണക്കിന് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ പോവുള്ളൂ. ഐസ്ക്രീം തട്ട് മാത്രം വീട്ടിൽ കൊണ്ടുപോയിട്ട് അവരന്ന് വൈകിട്ട് അവർ കൊണ്ടുവരും. രാവിലെ ഒരു ഐസ്ക്രീം തട്ട് വീട്ടിലാണ് ചാർജ് ചെയ്യണം. അപ്പം നമുക്കിതിലൊക്കെ കറണ്ട് വെള്ളം ഇതെല്ലാം തരുന്നു പറഞ്ഞാൽ നമ്മളതിന് വാടക കൊടുക്കണം. ഇപ്പം കോർപ്പറേഷൻ നമ്മളിപ്പോൾ വാടക കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ മുമ്പാണെങ്കിൽ കോർപ്പറേഷനിൽ നമ്മൾ തുച്ഛമായ പൈസ മാസം തോറും 150 രൂപ വെച്ച് കൊടുക്കുമായിരുന്നു. അത് ഒരാൾ വന്ന് മാച്ചുകൊണ്ട് പോയിട്ട് കോർപ്പറേഷനിൽ പൈസ അടയ്ക്കാതായപ്പോഴത്തേക്ക് പിന്നെ അവർ വന്ന് പറഞ്ഞ് പൈസ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. തട്ടുകൾ എവിടെയെല്ലാം ഇരുന്നറിയാം, അവിടെ നിന്നെല്ലാം മാറ്റിയാണ് ഇങ്ങോട്ട് വന്നത്. എന്ത് ചെയ്യാൻ സ്ഥലം തരുമെന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. എത്രയും പെട്ടെന്ന് ഇത് യാഥാർത്ഥ്യമാക്കിയാൽ കൊള്ളായിരുന്നല്ലേ? എത്രയും പെട്ടെന്ന് കട തന്നാൽ നമുക്കൊരു ഇതാവും. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മഴയായാലും കാറ്റായാലും ഇപ്പോൾ കാറ്റ് ഇന്നലെയാണെങ്കിൽ നല്ല കാറ്റായിരുന്നു, ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ആ കണക്കുള്ള കാറ്റാണ്. ഇപ്പോൾ അതിനകത്തൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് ചൂടിൻ്റെ ഇതേ ഉള്ളൂ, പ്രശ്നമില്ല. ആളുകൾ 2 രൂപ വന്ന് ഇരിക്കാനോ എടുക്കാനോ ഭക്ഷണം കഴിക്കാനോ എല്ലാത്തിനും സൗകര്യമാവും. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ സീറ്റൊന്നും ബാക്കിൽ വലിച്ച് കെട്ടാൻ അവർ സമ്മതിക്കത്തില്ല. ഇപ്പോൾ അതായത് ഇത്രയും സീറ്റ് ഞാൻ 2 സീറ്റ് അവിടെ വലിച്ച് കെട്ടിയിട്ടുണ്ട്. അത് തന്നെ അതിനകത്ത് ഒരു കൂടി പറഞ്ഞ 4 പേര് 5 പേര് അതിൽ കൂടുതൽ ഇരിക്കാൻ പറ്റില്ല. അത് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കി കിട്ടിയാൽ കൊള്ളാം. ഫുഡിൻ്റെ അതൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകും, ബിസിനസ് നടക്കും. അതാണ് പറയാനുള്ളത്. ഇപ്പം മഴയും വെയിലൊക്കെ കാരണം ബുദ്ധിമുട്ടല്ലേ? ഭയങ്കര ബുദ്ധിമുട്ട്. കടലേറ്റം, മഴ, കാറ്റ് എല്ലാം വളരെ ബുദ്ധിമുട്ട്. നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. കിട്ടില്ല, എന്നാലും പോവും. വന്നിട്ട് തുറക്കുന്നതല്ലേ, ദിവസം തുറന്നങ്ങ് പോവും. ചേച്ചി, ഈ ഭക്ഷണശാല വരുന്നുണ്ടല്ലോ, എന്താണ് അഭിപ്രായം? മക്കളെ, ഞങ്ങൾ ഈ കടകൾ കൊടുക്കും ഇതുവരെ കൊടുക്കും. ഈ ശംഖുമുഖം ബീച്ച് രൂപീകരിച്ചത് ഞങ്ങളെല്ലാം കിടന്ന് കഷ്ടപ്പെട്ട് ഓരോ ചുമ്മിനി വിളക്കും പാട്ടവിളക്കും കത്തിച്ചാണ്. ഇപ്പം ഗവൺമെൻറ് നമുക്ക് തരുമെന്ന് പറഞ്ഞാൽ തരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വണ്ടിയെല്ലാം പോയി എല്ലാം ചെയ്തിട്ടാൽ ഇപ്പം 2ാമത്തെ പ്രാവശ്യം ഇപ്പം ഞങ്ങളിപ്പോൾ ഈ വണ്ടി അടിക്കേണ്ടി വന്നത്. അതാ കാര്യം. മഴയും വെയിലൊക്കെ കാരണം ബുദ്ധിമുട്ടാണല്ലേ? അത് ബുദ്ധിമുട്ടുണ്ട്. അതിനിപ്പോൾ എന്താ ചെയ്യാൻ പറ്റും? ഈ കടലെല്ലാം ഇങ്ങനെ വരുമ്പം കച്ചവടങ്ങളൊന്നും വളരെ ചുരുക്കമാണ്. നമ്മളൊക്കെ ഇതുകൊണ്ടാണ് ജീവിക്കുന്ന ഇവിടെയുള്ള കച്ചവടക്കാർ. അല്ല, വേറെ ഒന്നും കൊണ്ട് നമുക്ക് ജീവിതമൊന്നുമില്ല. ഇതാണ് നമ്മുടെ ജീവിതം. അത് കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം. ശംഖുമുഖത്തെ ഈ ബിൽഡിങ്ങിന്റെ പണി കഴിഞ്ഞിട്ട് 15 വർഷത്തോളമായി. ഇതുവരെയും ഗവൺമെന്റ് അത് കച്ചവടക്കാർക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല. എത്രയും പെട്ടെന്ന് തന്നെ അത് ജനങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കണമെന്നാണ് അവരുടെ ആവശ്യം. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.